Praise the Lord. Hallelujah. 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 Thank you, Lord Jesus. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് സന്ധ്യാവേളയിൽ നമ്മുടെ ഇടയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ചൊവ്വാഴ്ച വൈകുന്നേരം കൂടെ ദൈവവചനം പഠിക്കുവാൻ ഇങ്ങനെ ഓൺലൈനിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രാത്രിയിൽ എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും അവിടെ ഇവിടങ്ങളെ ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആയതിനു വേണ്ടി കർത്താവിനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലും കോവിഡ് എന്ന മഹാമാരി വളരെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗികളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ അതിപ്രധാനമായ കടമകളിൽ ഒന്നാണ് രോഗികളായി ഇവിധം ഭാരപ്പെടുന്നവരെ ഓർത്ത് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ഒന്നുകൂടെ ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്കായി പ്രബോധിപ്പിക്കുകയാണ്. കഴിഞ്ഞ 7 ആഴ്ചകളായി ദൈവരാജ്യം എന്ന പുതിയ നിയമത്തിലെ കാതലായ സന്ദേശത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ദൈവരാജ്യം എന്ന സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ആ ആത്മീക രാജ്യത്തിൻ്റെ നാമധേയത്തിനൊരു മാറ്റം വരുത്തി നാം ചിന്തിച്ചു തുടങ്ങി. അത് ഞാനായിട്ട് പറഞ്ഞതല്ല, കർത്താവ് തന്നെ പറഞ്ഞ വാക്ക് പറഞ്ഞിട്ടാണ് നാം അത് ചിന്തിക്കുവാൻ തുടങ്ങിയത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഒരു കെട്ടിടം പണിയാൻ അടിസ്ഥാനമായ പാറ വേണം, അതിന് മുകളിൽ പണിയപ്പെടേണ്ടതായ പാറ കഷ്ണങ്ങൾ വേണം. പത്രോസ് എന്ന വ്യക്തി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായ വെളിപ്പാട് ലഭിച്ചപ്പോൾ, യേശുക്രിസ്തു ആരെന്നുള്ള ആ വെളിപ്പാടിൻ്റെ പുറത്താണ് ദൈവസഭ പണിയുന്നത്. യഥാർത്ഥ സഭയുടെ അടിസ്ഥാനം നമ്മുടെ കർത്താവിന് രക്ഷിതാവുമായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു ആരാണ് എന്ന് ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ അറിയുന്നതിനേക്കാൾ ഉപരി വെളിപ്പാടിനാൽ, വെളിപ്പാടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ സെൻസ് നോളജല്ല, ഇമോഷണലായിട്ടുണ്ടാകുന്ന അറിവുമല്ല, പകരം റെവലേഷൻ നോളജാണ്, ആത്മബന്ധിയാണത്. ആത്മാവിൽ അങ്ങനെ ഒരു ഉറപ്പ് ആരുടെ മേൽ വരുമോ അവിടെയാണ് ദൈവസഭ പണിയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സഭ രൂപീകൃതമാകുകയാണ്. കർത്താവായ യേശുക്രിസ്തു ദൈവസഭയെക്കുറിച്ച് പറഞ്ഞു. പുതിയ നിയമത്തിൽ ദൈവസഭ എന്നുള്ളതിന് ഉപയോഗിക്കപ്പെട്ട ഏറ്റവും ശക്തമായ പദം എക്ലീസിയാണ്. എക്ലീസിയ എന്നുള്ളതാണെന്ന് നമുക്കറിയാം. കലയോ എന്നീ 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്ന പദമാണ് എക്ലീസിയ. എക്ലീസിയ എന്ന ആ പദത്തിന് ശരിയായ അർത്ഥം പുറത്തേക്ക് വിളിക്കപ്പെട്ടതെന്നാണ്. ദുഷിച്ച സമൂഹം. യേശു കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ അന്ധകാരത്താൽ ആവൃതമായിരുന്നു. അന്ധകാരം
ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടും എന്ന് പ്രവാചകൻ പറഞ്ഞ ആ കാര്യം അക്ഷരാർത്ഥത്തിൽ നിറവേറിയൊരു കാലമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആഗമന കാലഘട്ടം. എല്ലാ മേഖലകളിലും അത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ അന്ധകാരത്തിൻ്റെ നിറവുകൾ ഉള്ളപ്പോഴാണ് അതിൽ നിന്നും കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. ലോകത്തിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ലേഖനങ്ങളിൽ മുഴുവൻ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കാണാവുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ദൈവസഭയെക്കുറിച്ച് അധികമായ കാര്യങ്ങൾ പറയുന്നില്ല. എന്നാൽ ദൈവസഭ ഭൂമിയിൽ സ്ഥാപിതമാകുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്ത് വന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം മുതൽ ആണ് അത് ആരംഭിക്കുന്നത്. സഭ രൂപീകൃതമാകുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോഴാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചിരുന്നു, യഥാർത്ഥ വെളിപ്പാട് യേശുക്രിസ്തു ആരാണ് എന്നുള്ള വെളിപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ, യേശുവിനെ കർത്താവെന്ന് നാം ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ക്രിയ ചെയ്യാതെ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം കൊണ്ട് മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ നന്മകളിലൊന്ന് പരിശുദ്ധാത്മാവെന്ന ദാനമാണ്. ആ ദാനം നമുക്ക് ലഭിക്കുന്നതോടുകൂടിയാണ് നാം ദൈവസഭയിലെ അംഗങ്ങളായി മാറുന്നത്. വിശദമായി വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേർതിരിക്കുകയാണ്. ലോകത്തിൽ നിന്നും, ലൗകികതയിൽ നിന്നും, മതപ്രതിപത്തിയിൽ നിന്നുമൊക്കെ വേർതിരിച്ച് അവനെ ഒരു പ്രത്യേക സമൂഹമാക്കി രൂപപ്പെടുത്തുകയാണ്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അർത്ഥം. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നും, പൈശാചികതയിൽ നിന്നും, ശാപത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ദൈവം സേവ് ചെയ്ത് രക്ഷിച്ച് വേർതിരിച്ച ഒരു കൂട്ടം. ആ കൂട്ടത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. സഭ രൂപീകൃതമായത് അന്നാണെങ്കിലും സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അന്നല്ല ആരംഭിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ അധ്യായങ്ങളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ദൈവസഭ എന്നുള്ളത്. കഴിഞ്ഞ കാല മനുഷ്യ ചരിത്രങ്ങളിലെ പ്രധാനപ്പെട്ട ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പല സംഭവങ്ങളോടും ദൈവം അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടുമൊക്കെ ചേർത്ത് വെച്ച് ദൈവസഭയെ പഠിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ സഭ എന്ന യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലൂടെ വെളിപ്പെടപ്പെട്ട ആ ആത്മീക യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള നിഴലുകൾ, ഇത് പൊരുളാണ് എങ്കിൽ, സഭ പൊരുളാണെങ്കിൽ അതിൻ്റെ നിഴലുകളായി സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പഴയ നിയമത്തിലുണ്ട്. അത് വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം എന്ന് കരുതുകയാണ്. ദൈവസഭ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ, കഴിഞ്ഞ ദിവസവും ഞാൻ ഓർപ്പിച്ചതാണ്, ഒരു ബൈബിൾ പഠിതാവിന് ബൈബിളിലെ ഏത് സത്യങ്ങൾ മനസ്സിലാക്കണമെങ്കിലും, ദൈവത്തെക്കുറിച്ചാകട്ടെ, ദൈവവചനത്തെക്കുറിച്ചാകട്ടെ, യേശുക്രിസ്തുവിനെക്കുറിച്ചാകട്ടെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചാകട്ടെ ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഉപമകളും ഉപമാനങ്ങളുമാണ്. സാദൃശ്യങ്ങളെ എടുത്തു കാണിച്ച് ആത്മീക സത്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ശൈലി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം യാഥാർത്ഥ്യങ്ങൾ അതേപടി മനസ്സിലാക്കാനുള്ള ആ ആത്മീകമായ സംവേദനശേഷി, അത്രയുമുള്ള കഴിവ് നമുക്കാർക്കുമില്ല. പാപം മൂലം നമ്മുടെ ആവിധമായ ജ്ഞാനത്തിന് കുറവ് വന്നതാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഉപമകളും ഉപമാനങ്ങളും ഉപയോഗിക്കുന്നു. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുനാഥൻ ഭൂമിയിൽ വന്നപ്പോൾ പൊതുജനത്തോട് സംസാരിച്ചത് മുഴുവൻ ഉപമകളിലൂടെയാണ് എന്ന് വ്യക്തമായി സുവിശേഷങ്ങളിൽ നമുക്ക് കാണാം.
ദൈവസഭയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഉപമകളിലൂടെ നാം പോകേണ്ടതുണ്ട്. ഉപമകളൊക്കെ പോകുന്നതിന് മുമ്പ് ദൈവസഭയുടെ അടിസ്ഥാനപരമായ ലക്ഷണങ്ങൾ ഒരു 4 കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിവില്ലാത്തതല്ല. AD 325 നിക്കിയ എന്ന സ്ഥലത്ത് കൂടിയ സുന്നദോസിലും AD 431 കോൺസ്റ്റാന്റിനോപ്പിളിൽ കൂടിയ സുന്നദോസിലും 451 കൽക്കത്തോൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയ സുന്നഹദോസിലും ഈ 3 സുന്നഹദോസുകൾ ചേർന്ന് ക്രോഡീകരിച്ച ഒരു വിശ്വാസ പ്രമാണമുണ്ട്. എപ്പിസ്കോപ്പൽ സഭകളെല്ലാം അത് വിശ്വാസ പ്രമാണം ഉരുവിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ദൈവസഭയെക്കുറിച്ച് പറയുന്ന 4 കാര്യങ്ങൾ വചനാടിസ്ഥാനത്തിൽ തന്നെയുള്ളതാണ്. എല്ലാ കാര്യങ്ങളും വചനാടിസ്ഥാനത്തിൽ ഉള്ളതല്ല, പ്രമാണത്തിലുള്ളതല്ല. എന്നാൽ ഈ 4 കാര്യങ്ങൾ അത് ദൈവസഭയെക്കുറിച്ച് പറയുന്നത് ഏകവും ശ്ലൈഹികവും വിശുദ്ധവും കാതോലികവും എന്ന അർത്ഥത്തിലാണ്. ദൈവസഭ പലതില്ല, ഒന്നേ ഉള്ളൂ. പ്രാദേശികമായ കുറേ സഭകളുണ്ട്. എഫെസോസിലെ സഭയുണ്ട്, ഗലാത്യയിലെ സഭയിലുണ്ട്, റോമ സഭയുണ്ട്, കൊരിന്തിൽ സഭയുണ്ട്. എന്നാൽ ദൈവസഭ ഭൂമിയിൽ ഒന്നേ ഉള്ളൂ. ദൃശ്യമായ സഭയല്ല, അദൃശ്യമായ സഭ. ദൃശ്യസഭ, അദൃശ്യസഭ എന്നൊക്കെ പറഞ്ഞ് നാം പഠിക്കുന്നുണ്ട്. ഒരു സഭയേ ഉള്ളൂ. അത് കൊണ്ടാണ് ഏകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ക്രിസ്തു എന്ന മണവാളന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു കന്യകയുള്ളൂ. തലയായ ക്രിസ്തുവിന് ഒരു ശരീരമേ ഉള്ളൂ. ക്രിസ്തു എന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെടുന്ന ഒരു കെട്ടിടമേ ഉള്ളൂ. ഇങ്ങനെ ഉപമാനങ്ങളിലൂടെ വ്യക്തമാക്കപ്പെടുന്ന ഒന്ന് ആണത്. കൊരിന്തിയ സഭയിൽ പല പ്രശ്നങ്ങളുണ്ടായി, പല പക്ഷങ്ങളുണ്ടായി. 1 കൊരിന്തിയ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് അസന്നിഗ്ധമായി കൊരിന്തിയ സഭയോട് പറയുന്നത്, പൗലോസോ കേഫാവോ അപ്പൊല്ലോസോ ഇവരാരും പ്രാധാന്യമുള്ളവരല്ല. ഇവിടെയെല്ലാം സഭ ഒന്നേ ഉള്ളൂ. വൈവിധ്യങ്ങൾ പലതും സഭയിലുണ്ട്. ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്. പക്ഷേ ഒരു സഭയേ ഉള്ളൂ എന്ന് വ്യക്തമായി കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഓർപ്പിക്കുകയാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ എന്ന് പറഞ്ഞിട്ട് അവിടെയും ഓർപ്പിക്കുന്നത് ശരീരം ഒന്നാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു, എല്ലാവരും ഒന്നാണ്. ദൈവസഭ ഒന്നേ ഉള്ളൂ. അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൻ, ഇതരങ്ങളായ പ്രസ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഞാൻ മാത്രമാണ് ശരിയെന്ന് അഹങ്കരിക്കാൻ ആർക്കും കഴിയില്ല. ദൈവസഭ, ദൈവവചനം പറയുന്ന സഭ ഒന്നേ ഉള്ളൂ. ആ സഭയുടെ ഒരു പ്രത്യേകത അത് വിശുദ്ധമാണ് എന്നുള്ളതാണ്. വിശുദ്ധമായ സഭ, അശുദ്ധി ഒട്ടുമില്ലാത്തത് എന്ന അർത്ഥത്തെക്കാൾ കൂടുതൽ വേർതിരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. ഹോളി എന്ന വാക്കിന് സെറ്റ് എ പാർട്ട്, വേർതിരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. പ്രത്യേകമായ ഉദ്ദേശത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട കൂട്ടം. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള സമൂഹങ്ങളിൽ നിന്നും മതസംഘടനകളിൽ നിന്നും ഒക്കെയുള്ള ദൈവസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് പ്രത്യേക ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടം. ആ ഉദ്ദേശത്തിൽ നിലനിൽക്കുന്നതാണ് വാസ്തവത്തിൽ ദൈവസഭ. ആ ഉദ്ദേശത്തിൽ നിൽക്കാതെ ഒരു സംഘടനയായി മാറിയാൽ അതിന് ദൈവസഭ എന്ന് വിളിക്കാൻ കഴിയില്ല. സംഘടനയെന്നോ ക്ലബ് എന്നൊക്കെ വിളിക്കാനേ കഴിയൂ. യഥാർത്ഥത്തിൽ ദൈവസഭ എന്ന് പറയുന്നത് പ്രത്യേകമായി ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടതാണ്. ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം
ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവസഭയുടെ ദൗത്യത്തിൽ നിലനിൽക്കുമ്പോൾ മാത്രമാണ് അതിന് വിശുദ്ധ സഭ എന്ന് പറയാൻ കഴിയുക. അഗ്നി അതിൻ്റെ ജ്വാലയിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ സഭ അതിന് ദൗത്യത്തിൽ നിലനിൽക്കണം. ഇന്ന് ദൗത്യം മറന്ന സഭയാണ് കാണുന്നത്. എന്തൊക്കെയാണ് സഭയുടെ ദൗത്യം? വരും ദിവസങ്ങളിൽ ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാൻ കഴിയും എന്ന് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. മറ്റൊന്ന്, അത് അപ്പോസ്തലികമാണ് എന്നുള്ളതാണ്, ശ്ലൈകികമാണ്. എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ മാറ്റം വരുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല ദൈവസഭയ്ക്കുള്ളത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിയപ്പെട്ടത്. ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ദൈവസഭയ്ക്കില്ല. ഓരോ ദേശത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരമനുസരിച്ച് രൂപീകൃതമാകേണ്ട ഒന്നല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് ഒരു സംസ്കാരമേ ഉള്ളൂ. അത് പരിശുദ്ധാത്മാവിൻ്റെ സംസ്കാരമാണ്, വിശുദ്ധ സംസ്കാരമാണ്. അത് ഡിവൈൻ കൾച്ചറാണ്, സ്വർഗീയമായ ദൈവീകമായ സംസ്കാരമാണ്. അല്ലാതെ ഭാരത സംസ്കാരത്തോട് മിങ്കിൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ സംസ്കാരത്തോട് മിങ്കിൾ ചെയ്യുന്ന, പാശ്ചാത്യ രാജ്യങ്ങളുടെ സംസ്കാരത്തോട് ലയിക്കുന്ന, അതത് കാലത്ത് ചെല്ലുമ്പോൾ അവരുടെ സംസ്കാരത്തോട് ചേരുന്നതല്ലിത്. ദൈവസഭ എന്നുള്ളത് അപ്പോസ്തലന്മാരാകുന്ന പ്രവാചകന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടതാണ്. യേശു ക്രിസ്തു എന്ന മൂലക്കല്ല്, ആ മൂലക്കല്ലിൻ്റെ മേൽ കർത്താവ് പണിത ഒരു ഫൗണ്ടേഷൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ പരിശുശ്രൂഷയിൽ ലോകത്തോട് പ്രസംഗിക്കുന്നതിനപ്പുറം സുവിശേഷങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകാം, ഒരു സമൂഹത്തെ കർത്താവ് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു. ഒരു ബൈബിൾ സ്കൂള് പോലെ ട്രെയിൻ ചെയ്തെടുക്കുകയായിരുന്നു. ഒരു അപ്പോസ്തലിക സംഘത്തെ കർത്താവ് വേർതിരിക്കുകയായിരുന്നു. സകല ജാതികളെയും ശിഷ്യരാക്കത്തക്കവണ്ണം കർത്താവ് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ ഉപദേശിക്കുന്ന ഒരു സമൂഹത്തെ. അതുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ ശ്രമിച്ചു. ജനത്തോട് പ്രസംഗിച്ചു, ഉപമകൾ കാണാം. എന്നാൽ ബൈബിളിൽ തന്നെ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷങ്ങളെ പ്രഭാഷണങ്ങളിൽ ബഹുഭൂരിപക്ഷവും പ്രഭാഷണങ്ങളും അപ്പോസ്തലന്മാർക്ക് വേണ്ടിയാണ്. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞതാണത്. എന്തുകൊണ്ട്? ശിഷ്യന്മാരെ വാർത്തെടുക്കുകയായിരുന്നു. ദൈവസഭ എന്നുള്ള ദൈവഹൃദയത്തിൻ്റെ ആ മർമ്മം വെളിപ്പെടുമ്പോൾ അതിനുവേണ്ടി പണിയപ്പെടാനുള്ള നല്ലൊരു അടിസ്ഥാനം അവൻ കർത്താവ് ഒരുക്കുകയായിരുന്നു. ആ കൂട്ടത്തിൽ പിന്നീട് വന്നതാണ് പൗലോസ് എന്ന വ്യക്തിയെ കർത്താവ് അപ്പോസ്തലനാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകമായ ട്രെയിനിങ്ങിലൂടെ ദൈവം നടത്തി. ആ ചരിത്രം നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. കാലാകാലങ്ങളിൽ മാറ്റം വരേണ്ടതല്ല ദൈവസഭയ്ക്ക്. ഉപദേശങ്ങൾക്ക് മാറ്റമില്ല, അടിസ്ഥാനങ്ങൾക്ക് മാറ്റമില്ല. ഒരടിസ്ഥാനമേ ഉള്ളൂ. വീണ്ടും അടിസ്ഥാനങ്ങൾ ഇടേണ്ട ഗതികേടിലുള്ള ഒന്നല്ല ദൈവസഭ. കാരണം ഇതിൻ്റെ ഡിസൈനർ ദൈവമാണ്. കഴിഞ്ഞ കാല നിത്യതയിൽ ദൈവത്തിൻ്റെ പദ്ധതിയാണ് ദൈവസഭ. അതുകൊണ്ട് ദൈവസഭ എങ്ങനെ പണിയണമെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതാണ്, എൻ്റെ സഭയെ പണിയും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവ് സഭയെ പണിയാൻ ശിഷ്യഗണത്തെ വാർത്തെടുക്കുകയായിരുന്നു. വരും ദിവസങ്ങളിൽ നമുക്കത് ചിന്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അപ്പോസ്തലികമാണ്. ഇന്ന് കാണുന്ന സഭയാണോ ബൈബിൾ പറയുന്ന സത്യസഭയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ മതി. നമുക്കറിയാം, പാരമ്പര്യം ദൈവസഭയ്ക്കകത്ത് കയറി വന്നു. പാരമ്പര്യങ്ങൾക്ക് ദൈവസഭയ്ക്ക് സ്ഥാനമില്ല. പാരമ്പര്യങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടല്ല സഭ പണിയപ്പെടേണ്ടത്. സഭ പണിയപ്പെടുന്നത് ക്രിസ്തു ഇട്ട അടിസ്ഥാനത്തിന്മേലാണ്. അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേൽ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു. ദൈവവചനത്തിൽ
ലേഖന 21 ലേഖനങ്ങളിലൂടെ വളരെ സോളിഡായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ദൈവസഭയ്ക്ക് ഇടപെട്ടിട്ടുണ്ട്. അതിനെ ഓവർകം ചെയ്യുന്ന ഒരു പാരമ്പര്യമില്ല. പാരമ്പര്യങ്ങളും അനുഭവങ്ങളും ആചാരങ്ങളും ഒന്നുമല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് അതൊന്നുമില്ല. ദൈവസഭയുടെ ആ ജീവൻ ശക്തി, വളർന്നുകൊണ്ടിരിക്കുന്ന ശക്തി, ദൈവസഭയുടെ ആ ആഴമേറിയ സന്തോഷത്തിൻ്റെ, ഫെലോഷിപ്പിൻ്റെ, കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് ഇത് പണിയപ്പെട്ട അടിസ്ഥാനത്തിൻ്റെ ശക്തിയാണ്. നമുക്കറിയാം, നല്ലൊരു അടിസ്ഥാനമുണ്ടെങ്കിൽ ആ അടിസ്ഥാനം, കെട്ടിടത്തിൻ്റെ രൂപം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ആകൃതി എല്ലാം ഡിസൈൻ ചെയ്യുന്നത് ഫൗണ്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഉറപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നും ഏത് വലിയ പ്രതിസന്ധി വന്നാലും സാക്ഷാലുള്ള സഭ തകരില്ല. തകരാത്തതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് പണിയപ്പെട്ട അടിസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, ആഴെ കുഴിച്ച് പാറമേലടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ. നമ്മുടെ വ്യക്തി ജീവിതം പണിയപ്പെടേണ്ടതിനെ കുറിച്ചാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അങ്ങനെ നമ്മളോട് പറഞ്ഞ കർത്താവ്, ദൈവസഭ ഞാൻ പണിയും, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറയുമ്പോൾ കർത്താവ് ഇട്ട അടിസ്ഥാനം കാലാകാലങ്ങളിൽ മാറ്റേണ്ടതല്ല. ഒരു ഭൂകമ്പത്തിനും ഒരു കൊടുങ്കാറ്റിനും ഒരു അന്ധകാര ശക്തിക്കും ഇളക്കാൻ കഴിയുന്നൊരടിസ്ഥാനമല്ല ഇത്. പിന്നെ എന്തിന് മറ്റൊരടിസ്ഥാനം ഇടേണ്ടതുണ്ട്? അവിടെ പാരമ്പര്യങ്ങൾക്ക് സ്ഥാനമില്ല, വ്യക്തികളുടെ ആശയങ്ങൾക്ക് സ്ഥാനമില്ല. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അതിന് നടുകണ്ടം ചിന്നണം എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കാലാകാലങ്ങളിൽ ദൈവസഭകളിൽ മാറ്റം വരേണ്ടതല്ല. ഇത് ദൈവസഭയുടെ മറ്റൊരു പ്രത്യേകത ഏകവും വിശുദ്ധവും ശ്ലൈഹികവും കാഥോലികവും എന്നാണ്. ദൈവസഭയുടെ അതിരെന്ന് പറയുന്നത് സർവ്വലോകമാണ്. ജാതി, വർഗം, വർണ്ണം ഒരു വ്യത്യാസവുമില്ല. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ കുഞ്ഞാടിനെ ആരാധിക്കുന്ന ആ ഗണത്തെ നമുക്ക് കാണാം. സകല ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ജാതികളിൽ നിന്നും വേർതിരിക്കപ്പെട്ട കൂട്ടം. അതൊരു കൂട്ടമാണ്. സഭയുടെ പ്രത്യേകത ഇതാണ്. ഇന്നും ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ ഒക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. സഭകൾ വിഭിന്നമായി കൊണ്ടിരിക്കുന്നു. അധികാരത്തിൻ്റെ പേരിലാകട്ടെ ഇവിടെ അതൊന്നുമില്ല. ദൈവസഭ എന്താണെന്ന് ശരിയായി പഠിച്ചാൽ സർവലൗകികമായ സഭ, അവിടെ ഞാൻ മാത്രമേ പോകൂ എന്ന് ഒരു ലൗകികമായി ഈ സഭ നിറഞ്ഞു നിൽക്കുകയാണ്. ലോകം മുഴുവൻ ഈ സഭ വ്യാപിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജനിച്ച് മരിച്ചു പോയവരും ഇനി വരും കാലങ്ങളിൽ ദൈവസഭയോട് ചേരാനുള്ളവരും കർത്താവ് ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ സ്നാനപ്പെടുന്ന ഒരാളെ ഞാൻ ചേർക്കുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ രജിസ്റ്ററിലാണ്. പക്ഷേ അവൻ്റെ സ്നാനം കുളിയല്ല, യഥാർത്ഥമായിരുന്നു എന്ന്, അത് രക്ഷിക്കപ്പെട്ടതിൻ്റെ അവൻ ശരിയായ തെളിവായിരുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ മുദ്ര ചെയ്ത് അവനെ വേർതിരിക്കുകയാണ്, സഭയോട് ചേർക്കുകയാണ്. അത് ചെയ്യുന്നത് കർത്താവാണ്. അത് ആര് എന്നുള്ളത് ശരിയായി അറിയുന്നത് സ്വർഗത്തിന് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളെ പോകൂ എന്ന് പറഞ്ഞ് ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം വചനവിരുദ്ധമായ അഹങ്കാരമാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു വാക്ക് ഈ സാഹചര്യത്തിൽ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ചോടുന്നതേ ഉള്ളൂ. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞ് പരമവിളിയുടെ വിരുദിന് വേണ്ടി ലാക്കിലേക്ക് ഓടുകയാണ്. റോമാലേഖനത്തിൽ പറയുന്നുണ്ട് അപ്പോസ്തലനായ പൗലോസ്, നിൽക്കുന്നു എന്നുള്ളവൻ അഹങ്കരിക്കണ്ട, ഞെളിയാതെ ഭയപ്പെടണം, വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളണം. അതുകൊണ്ട് അഹങ്കാരങ്ങളില്ലാതെ സർവലൗകികമായി ദൈവം ഒരുക്കിയെടുക്കുന്ന പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരവും
മണവാട്ടിയും എന്നൊക്കെ ആലങ്കാരിക പദങ്ങളിലൂടെ വെളിപ്പെടുത്തിയ സഭയിലെ ഒരംഗമായി മാറാൻ ദൈവവചനത്തിൻ്റെ ആഴമേറിയ അടിസ്ഥാനങ്ങളിൽ നാം പണിയപ്പെടണം. ഏകവും ശ്ലൈഹികവും വിശുദ്ധവും കാഥോലികവുമാണ് ദൈവസഭ. ഇത് ദൈവസഭയുടെ ലക്ഷണങ്ങളാണ്. ദൈവസഭ എന്താണ്? അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ കുറച്ച് ഉപമാനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെട്ട ഒരു ഉപമാനത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് ഇന്ന് രാത്രിയിലെ പഠനം അവസാനിപ്പിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ ഇങ്ങനെ വാക്യം വായിക്കുന്നു: എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറമായിരിക്കുന്ന അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം യേശുക്രിസ്തു തലയും സഭ ശരീരവുമാണ്. എഫേസ്യ ലേഖനത്തിൻ്റെ കാതലായ വിഷയം തന്നെ ശരീരമായ സഭ എന്നാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഏകദേശ സമവീക്ഷണ ലേഖനങ്ങളെന്ന് പറയുന്ന 2 ലേഖനങ്ങളാണ് കൊലോസി ലേഖനവും എഫേസ്യ ലേഖനവും. 2 ഉപയോഗിക്കപ്പെട്ട കുറേ വാക്യങ്ങളുണ്ട്, ഒരുപോലെ ഉപയോഗിക്കപ്പെട്ട. അതിൽ കൊലോസി ലേഖനത്തിൽ സഭയാകുന്ന ശരീരത്തിൻ്റെ തലയായ ക്രിസ്തുവിനെ കുറിച്ച് അധികമായി പറയുമ്പോൾ എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തു എന്ന തലയുടെ ശരീരമായ സഭയെക്കുറിച്ച് പറയുക. ഒരു ശരീരത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയുന്നതാണ് ശരീരം. ശരീരം എന്ന് പറയുമ്പോൾ കഴുത്തിന് മുകളിലുള്ളതൊക്കെ തലയെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ തല എന്ന അർത്ഥത്തിൽ ഇവിടെ ബൈബിൾ പറയുന്നതിൻ്റെ കൺട്രോൾ സ്റ്റേഷനാണ്, നിയന്ത്രിക്കുന്ന ഘടകം. എല്ലാറ്റെയും നിയന്ത്രിക്കുന്നത് തലയെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ഭാഗമായി കണ്ണും ചെവിയും മൂക്കും നാക്കുമൊക്കെ ശരീരമാണെന്ന് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നു. ദൃശ്യമായതാണ് ശരീരം, എന്നാൽ അദൃശ്യമാണ്. ഇതിനെ നിയന്ത്രിക്കുന്നത് അദൃശ്യമാണ്. ഇപ്പം നമുക്ക് ശരീരത്തിൻ്റെ സ്തോത്രം കർത്താവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ദൃശ്യമായ ശരീരമാണ്. അവൻ ശരീരം പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിലൂടെ തലയെ ലോകം മനസ്സിലാക്കുകയാണ്, ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കുകയാണ്. തലയുടെ ആലോചനകൾ, തലയുടെ തലയിലുള്ള പ്ലാനുകൾ, അതൊക്കെ അതിൽ നിന്നല്ല വരെ, കൺട്രോൾ സൈറ്റിൽ നിന്നാണ്. നമ്മുടെ വ്യക്തിത്വം മുഴുവൻ അവിടെയാണ്. ബുദ്ധിശക്തി, കഴിവ്, അതെല്ലാം അതിൽ നിന്നാണ് ഉടലെടുത്ത് വരുന്നത്, ആ കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന്. അപ്പം എൻ്റെ ചലനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആരാണ് എന്നുള്ളത് എൻ്റെ പെരുമാറ്റങ്ങളിലൂടെ വെളിപ്പെട്ടു വരികയാണ്. അപ്പം ശരീരമായ സഭയിലൂടെ വെളിപ്പെട്ടു വരേണ്ടത് തലയായ ക്രിസ്തുവാണ്. തലയായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ ശരീരത്തിന് കഴിയുന്നില്ലെങ്കിൽ സംശയിക്കേണ്ടതുണ്ട്, ആരുടെ ശരീരമാണ് സഭ, ആരുടെ ശരീരമാണ്. നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായ ഒരാത്മീക സത്യമാണ്. ഇനി ആ ശരീരമെന്ന ഉദാഹരണത്തിലൂടെ ബൈബിൾ വെളിപ്പെടുത്തുന്ന കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിലാണ് കൂടുതൽ കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശരീരത്തെക്കുറിച്ച് പറയുന്നത്. ശരീരത്തിൻ്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ കൂടുതൽ പറയുന്നു, എഫേസ്യ ലേഖനത്തിലും ആ ശരീരം എന്ന പദം ഉപയോഗിക്കുന്നു. ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. പല നീളത്തിൽ, വലിപ്പത്തിൽ, രൂപത്തിൽ ഉള്ള അവയവങ്ങൾ ചേരുന്ന, ഒന്നിച്ചു വരുന്ന ഒരു 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 ഐക്യത, ഒരു ഹാർമണി മറ്റെവിടെയും ഇല്ലാത്ത ഒരു ഐക്യത ശരീരത്തിൽ കാണാം. എല്ലാം ജോയിന്റുകളാണ്, കുറേ ജോയിന്റുകളാണ് ശരീരം. ഈ ശരീരം ഫങ്ഷൻ ചെയ്യുന്നത് മൊത്തം അവയവങ്ങൾ ചേരുമ്പോഴാണ്. ഒരു അവയവത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ശരീരത്തിലില്ല. എല്ലാ അവയവങ്ങളുടെ ഐക്യതയാണ് സഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതാണ്, ഈ ഐക്യതയാണ്.
ഈ ഐക്യത നമ്മുടെ സഭയിലുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഐക്യത മാത്രമല്ല, ഈ അവയവങ്ങൾ പരസ്പരം സഹായിക്കണം. സന്ധികളാലും ഞരമ്പുകളാലും ഒക്കെ ഈ ശരീരം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ഉദവി ലഭിച്ച് വളരുന്നു എന്നല്ലേ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു. പരസ്പരം സഹായിച്ച്. കണ്ണിന് നേരെ ഒരു പ്രാണി വരുമ്പോഴേക്കും എൻ്റെ കൈ കണ്ണിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങൾ, ഒരു ഉറുമ്പൻ്റെ കാലിൽ കടിച്ചാൽ അപ്പോൾ എൻ്റെ തല, എൻ്റെ കൺട്രോൾ സ്റ്റേഷൻ സ്വത്ര കൈയോട് പറയുകയാണ് താഴോട്ട് ചെല്ലേ. കണ്ണിനോട് പറയുന്നു നോക്ക്. കണ്ണും കൈയും ഒക്കെ ഒരുമിച്ച് ആ ഉറുമ്പിനെ എടുത്തു കളയത്തക്കവണ്ണം കാലിൻ്റെ വിരലുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. കാരണം കൺട്രോൾ സ്റ്റേഷൻ്റെ ഓർഡറുകൾ കേട്ട് ശരീരം പരസ്പരം സഹായിക്കുന്നു. ഈ സഹകരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈബിൾ വെളിപ്പെടുത്തുന്ന സഭയാണോ നമ്മുടെ കൂട്ടം എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അംഗങ്ങളുടെ പരസ്പര ആശ്രയം, പരസ്പര സഹായം, അത് വരാനുള്ള കാരണം തലയോടുള്ള അഭേദ്യമായ ബന്ധമാണ്. ശരീരത്തിന് ശരീരത്തോടുള്ള ബന്ധമുള്ളപ്പോൾ തന്നെ ഈ ശരീരം എല്ലാ അവയവങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നത് തലയോടാണ്. തലയോട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ശരീരങ്ങൾ തമ്മിൽ ഈ ഐക്യതയുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, കാലിൽ ഒരു ഉറുമ്പ് കടിക്കുമ്പോൾ ആ മെസ്സേജ് അപ്പോൾ തന്നെ ഞരമ്പുകളിലൂടെ എൻ്റെ കൺട്രോൾ സ്റ്റേഷനിലേക്ക് ഇൻഫോം ചെയ്യുകയാണ്. ആ ഇൻഫർമേഷൻ തലയ്ക്ക് കിട്ടുമ്പോൾ തല ഓരോ അവയവങ്ങൾക്ക് ഓർഡർ കൊടുക്കുകയാണ്. കണ്ണിന് ഓർഡർ കൊടുക്കുന്നു, കൈക്ക് ഓർഡർ കൊടുക്കുന്നു. തലയോടുള്ള അഭേദ്യമായ ബന്ധം അവയവങ്ങൾക്കുണ്ടെങ്കിലേ സഭ ഐക്യതയിലിരിക്കും. ഭൂമിയിൽ ദൃശ്യ ശരീര സാന്നിധ്യമില്ലാത്ത ക്രിസ്തു തൻ്റെ ശരീരമായ സഭയിലൂടെ ചെയ്യുന്നത് ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളല്ല, തലയ്ക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു. സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് പ്രിയമുള്ളവരെ. തല എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് ചെയ്യുന്നതാണ് ശരീരം. തലയുടെ ഓർഡറിനെ അനുസരിക്കാത്ത ഒരവയവം ആ ശരീരത്തിന് ചേർന്നതല്ല. ഇന്ന് ബോധിച്ചതുപോലെ നടക്കുന്നവരാണ് കൂട്ടം. ഓരോരുത്തർ അവനവന് ബോധിച്ചതുപോലെ നടക്കും. ഈ ഭാഗങ്ങളൊക്കെ തുടർന്നങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ പലരുടെയും മനസ്സ് വേദനിക്കാൻ സാധ്യതയുണ്ട്. സത്യത്തിൻ്റെ തൂണും ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാകുന്ന സഭയാകുന്ന ദേവാലയത്തിൽ ഒരു മനുഷ്യൻ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. അതിൽ വസ്ത്രധാരണത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ബിഹേവിയേഴ്സിനെ കുറിച്ചും സഭയിലും കുടുംബത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും ഒക്കെ ദൈവസഭയിലെ അംഗങ്ങൾ ചെയ്യേണ്ടതിനെ കുറിച്ച് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് അറിയണമെന്നാണ് പറയുന്നത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ മനസ്സ് സഭയിലൂടെ കർത്താവ് ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ, ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സഭയുടെ ദൗത്യം. അതല്ലാതെ സഭയിലേക്ക് വന്ന ഒരാളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമല്ല. ഇവിടെ സ്വാർത്ഥതയ്ക്ക് സ്ഥാനമില്ല. കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്. ഇവിടെ നാം ദൈവസഭയിലെ അംഗത്വത്തിൻ്റെ യോഗ്യതകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുമെങ്കിലും ഇവിടെ അത് വിഷയമായി വന്നതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളത്. തനിക്ക് തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങൾ അത് ത്യജിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ആഗ്രഹങ്ങളെ പൂരിപ്പിക്കുവാൻ അവനെ കൊണ്ട് കഴിയില്ല. യേശുക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഒരു ന്യായശാസ്ത്രിയെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കുള്ള
ബാക്കിയുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിച്ചു മടങ്ങിപ്പോയി. തനിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ള ചിന്തകൾ, അറിവാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ ഒക്കെ ഉണ്ടാകുമ്പോൾ, പദവികൾ ഉണ്ടാകുമ്പോൾ, അഹങ്കാരം അകത്തു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും തിരിച്ചറിയണം, ദൈവസഭയുടെ കർത്താവിൻ്റെ തലയുടെ ആജ്ഞ അനുസരിക്കാൻ നമുക്ക് കഴിയാതെ വരും. സ്വാർത്ഥതയില്ലാത്ത ഒരു ഇടമാണ് ഇവിടെ ദൈവസഭ എന്ന് പറയുന്നത്. അവിടെയാണ് ദൈവസഭയിലെ ഒരു അംഗം അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ചെയ്യേണ്ടത്. ഇസ്രായേലിൻ ന്യായാധിപ കാലഘട്ടത്തിൽ രാജാവില്ലായിരുന്നു. അതുകൊണ്ട് ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ നടന്നു എന്ന് പറയുന്നത് പോലെ ഇന്ന് ബോധിച്ചതുപോലെ നടക്കുകയാണ്. അതിന് സഭയെന്ന് വിളിക്കാമോ? ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക. ശരീരമായ സഭയോടുള്ള ബന്ധത്തിൽ ശിരസ്സായ ക്രിസ്തുവിനാൽ സഭ ഭരിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ആ സോവർജിനിറ്റി, ആ പരമാധികാരം, അതാണ് ദൈവസഭയിൽ. ഞാൻ ആരംഭത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർപ്പിച്ചൊരു പദമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ഒരു കൽപ്പന കൊടുക്കുന്നുണ്ട്. 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൽ. അപ്പോൾ കൽപ്പന കൊടുക്കുമ്പോൾ ദൈവത്തെ സാക്ഷി നിർത്തി അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്. ധന്യനായ ഏകാധിപതി. ഇത് ദൈവസഭ എന്നാണ് വിളിക്കുന്നത്. ദൈവസഭയിൽ പാസ്റ്ററുടെ അധികാരമല്ല നടക്കേണ്ടത്. ഇന്ന് ചില സഭകളിൽ പാസ്റ്റർ പരമാധികാരിയായിട്ട് തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുകയാണ്. പാസ്റ്ററുടെ ഉപജീവനത്തിന് വേണ്ടി സഭ കരുതണമെന്ന ആവശ്യമാണ്. ഞാനൊരു പാസ്റ്ററാണ്. 35 വർഷത്തോളമായി സമാജ ശുശ്രൂഷയിലായിരിക്കുന്ന ഒരു ദൈവവൃത്തനാണ്. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അല്ല ഇവിടെ നടക്കണം. ഞാനൊരു സെർവൻ്റാണ്. ദൈവസഭയുടെ ഭരണരീതികളെക്കുറിച്ചും ദൈവം നൽകിയതിനെക്കുറിച്ച് പറയുമ്പോഴും ദൈവദാസന്റെ കടമകളൊക്കെ ഓർപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ കമ്മിറ്റിക്കാരുടെ നിന്ന് പല സഭകളിലും അക്ഷരിക പ്രാദേശിക സഭകളുടെ നിയന്ത്രണം മുഴുവൻ കമ്മിറ്റിക്കാണ്. പാസ്റ്ററെ ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും പാസ്റ്ററുടെ ചലനങ്ങൾ വരെ നിയന്ത്രിക്കുന്ന കമ്മിറ്റിക്കാരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ പാസ്റ്ററും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പാസ്റ്ററാകട്ടെ കമ്മിറ്റിക്കാരാകട്ടെ മനുഷ്യരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതല്ല. കാരണം ഇത് സ്വർഗീയമാണ്. നിത്യകാലം ദൈവത്തോടുകൂടെ വാഴേണ്ടതിന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിനാൽ പണിതു വരുന്ന ഒരു കൂട്ടമാണ് ഈ ദൈവസഭ. സ്നേഹത്തിൽ വളർച്ച പ്രാപിച്ച് വരേണ്ടതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരവയവം വളരുന്നത് തലയോടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശരീരത്തിന്റെ പരിപാലനം, പരിപോഷണം വളരെ വ്യക്തമായി പറയുന്നുണ്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ. തലയോട് ബന്ധപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആ അവയവങ്ങൾ മരവിക്കപ്പെട്ടതാണ്, നിർജീവമായി പോകും. നമ്മുടെ രക്തസംക്രമണവും നാഡീഞരമ്പുകളുടെ നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനങ്ങളും ഒക്കെ നിർജീവമായി മാറും. തലയോടുള്ള ബന്ധം നഷ്ടപ്പെടും. തലയുടെ ഓർഡർ സ്വീകരിക്കുവാൻ എല്ലാ അവയവങ്ങളും, ഏറ്റവും ചെറിയ കോശം വരെ സജ്ജമായിരിക്കുമ്പോഴാണ് ആ സഭ, ആ ശരീരം ആരോഗ്യമുള്ള ശരീരമാകുന്നത്. എന്നാൽ ഇന്ന് സഭയിൽ കീടങ്ങൾ വർദ്ധിക്കുന്നു, അശുദ്ധി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു, ശരീരത്തിൽ മരവിപ്പ് വന്നിരിക്കുന്നു. 7 സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു സഭയെക്കുറിച്ച് പറയുന്നത് പോലെ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും പേര് പോലെ അല്ല, നീ മരിച്ചവനാണ്. മരണത്തിൻ്റെ ദൈവികമായതെല്ലാം നഷ്ടപ്പെട്ടു പോയ സഭ. ഇന്നത്തെ സഭകളുടെ ചിത്രം നാം അതാണ് കാണുന്നത്. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ശരീരമെന്ന ആ ഉപമാനത്തിലൂടെ, സാദൃശ്യത്തിലൂടെ
സഭ എന്താണ് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ് പുതിയ നിയമത്തിൽ. ഇനി ആ സഭയെ നോക്കിക്കേ. സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറമാണ് സഭ എന്നാണ് പറഞ്ഞത്. നാം വായിച്ച വാക്യത്തിൽ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ് സഭ എന്ന് പറഞ്ഞാൽ സഭയുടെ നിറവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിറവാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് 2 പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ശരീരമായ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ 2ാമത്തെ പ്രാർത്ഥനയിൽ പൗലോസ് ഉരുവിടുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. നമ്മിൽ നിറവ് ഏതാണുള്ളത്? ഏത് നിറവുകളാണ് നമ്മ ഉള്ളത്? ദൈവസഭയ്ക്ക് പകർന്നു കൊടുക്കണം. ഈ നിറവില്ലാത്തിടത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ലല്ലോ. നമ്മിൽ നിന്നും ലോകത്തിന് എന്താണ് ഇമ്പാക്ട് ചെയ്യാൻ കഴിയുന്നത്, പകർന്നു കൊടുക്കാൻ കഴിയുന്നത്? സഭ നിറവാണ്. ആദിമസഭയെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ആ ശരീരത്തിൽ മറ്റുള്ളവർ കൊടുക്കാനുള്ള പുഷ്ടി ഉണ്ടായിരുന്നു, നിറവുണ്ടായിരുന്നു, തമ്മിൽ പ്രബോധിപ്പിക്കാൻ. ഒരു പുതിയ നിയമസഭ തമ്മിൽ ചെയ്യേണ്ട 16 കാര്യങ്ങൾ ലേഖനങ്ങളിലൂടെ ഞാൻ പഠിപ്പിക്കാറ്. ആശ്വസിപ്പിക്കാൻ, ധൈര്യപ്പെടുത്താൻ, പ്രബോധിപ്പിക്കാൻ, ബഹുമാനിക്കാൻ, കൈക്കൊള്ളാൻ, അതിഥി സൽക്കാരം ആചരിക്കാൻ, ഇങ്ങനെ പറയുന്ന 16 കാര്യങ്ങൾ. ഇത് നിറവുള്ളവരെ കൊടുക്കാൻ കഴിയൂ. ഒന്നിൽ നിറഞ്ഞ് മറ്റൊന്നിലേക്ക് അതിങ്ങനെ പകർന്നുകൊണ്ടിരിക്കണം. ആദിമസഭയുടെ ഏറ്റവും വലിയ വിജയം എന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ നിറവായിരുന്നു. വിശ്വാസവും ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ. അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? എല്ലാവരും മനുഷ്യരാൽ നല്ല സാക്ഷി കൊണ്ടു. ആദിമസഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ നിറവുകളായിരുന്നു. ബലഹീനമായിരുന്നില്ലത്. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇന്ന് കോവിഡ് അധികമായി വരികയാണ്. ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെടുത്തുന്ന രോഗമാണത്. എന്നാൽ ദൈവസഭയ്ക്ക് ഉള്ള ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു മരണത്തിന്റെ ശക്തിക്കും ദൈവസഭയിലേക്ക് പ്രവേശനമില്ലെന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാളത്തിന്റെ ശക്തികൾ, ദേശത്തിന്റെ ആധിപത്യത്തിന്റെ ശക്തികൾ, എത്ര രോഗം ബാധിച്ച സഭകളാണെന്നാണ് കാണുന്നത്. ദൈവസഭയ്ക്ക് രോഗബാധിതമാണ്. കർത്താവ് പണിയുന്ന സഭ രോഗാതുരമായ അവസ്ഥകളോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇമ്മ്യൂണിറ്റി പവർ നഷ്ടപ്പെട്ട് ആണോ പോകുന്നത്? ബാധിച്ചത്ത ശരീരമാണോ കർത്താവിന്റെ സഭ? ജീവച്ഛവമായി കോമാ സ്റ്റേജിൽ കിടക്കുന്ന സഭയാണോ കർത്താവിന്റെ സഭ? കണ്ണ് മാത്രം കാണുന്ന, ചെവി മാത്രം കേൾക്കുന്ന സഭയാണോ കർത്താവിന്റെ സഭ? അവയവങ്ങളുടെ ഫംഗ്ഷനുകളെല്ലാം വ്യക്തമായി, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, സംസാരമുണ്ട്, മണക്കാനുള്ള ശേഷിയുണ്ട്, സ്പർശന ശേഷിയുണ്ട്. എല്ലാ ഇന്ദ്രിയങ്ങളും അതിന്റെ ഫുൾ പവറിൽ, നിറവിൽ നിൽക്കുന്നു. ശമന ഘടക സംധുരാര ഘടക സിഹാര. ഇന്ന് രാത്രിയിൽ എനിക്ക് എന്നെ കേൾക്കുന്നവരോട് ഓർപ്പിക്കാനുള്ളൊരു സത്യം, സഭയുടെ നിറവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലേ. എന്താണ് നമുക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത്? ധനത്തിന്റെ നിറവല്ല ദൈവം തരുന്നത്. ഇന്ന് ധനത്തിന് നിറവുകളുണ്ട്. പേഴ്സുകളെല്ലാം ഘനമുള്ളതാണ്. സഭയുടെ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ അഹങ്കാരങ്ങൾ കാണിക്കുന്നു. വലിയ സഭ, ചെറിയ സഭ എന്ന് പറഞ്ഞ് അതിൻ്റെ അഹങ്കാരങ്ങൾ കാണിക്കുന്ന ഒരു തലത്തിലേക്ക് ഈ കാലം വന്നിരിക്കുന്നു. അതിന് നിറവുകളിൽ ഊറ്റം കൊള്ളുന്നവർ. വാസ്തവത്തിൽ ബൈബിൾ പഠിച്ചു നോക്കൂ പ്രിയരെ. ബൈബിൾ പഠിപ്പിക്കുന്ന സഭ
ദൈവത്തിൻ്റെ നിറവാണ്, ദൈവികമായ നിറവുകൾ, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം. കർത്താവായ യേശുക്രിസ്തുവിനെ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ കണ്ട രണ്ട് നിറവുണ്ട്. അത് കൃപയും സത്യവും നിറഞ്ഞു എന്നാണ്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് യേശുക്രിസ്തുവിൽ കണ്ട നിറവ്. എന്നിട്ട് കർത്താവ് ഇതിനെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു, അവന്റെ നിറവിൽ നിന്നും നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവൻ നിറവുള്ളവനെ കൊടുക്കാൻ കഴിയൂ. യേശു നിറഞ്ഞവനായിരുന്നത് കൊണ്ട്, അതുകൊണ്ട് സകലത്തെയും നിറയ്ക്കുന്നവനായതുകൊണ്ട് ആ നിറവായ സഭയ്ക്ക് അതിന് പകർന്നു കൊടുക്കാൻ കഴിയും. നമ്മൾ അർഹത നോക്കി ചെയ്യുന്ന നമ്മുടെ നിറവ് എന്താണെന്ന് അറിയാമോ? അപ്പം ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്. സഭകളിലെല്ലാം കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് കാണുന്ന പല രീതിയോടും മാനസികമായി എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം, ലോകത്തിലെ ഒരു മനുഷ്യൻ സെക്രട്ടറി ആകാൻ യോഗ്യതയുള്ള ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ അഗ്രഗണ്യനായ ഒരാളുണ്ടെങ്കിൽ കൊള്ളാം, സെക്രട്ടറി ആകാൻ കൊള്ളാം. ചാർട്ടേഡ് അക്കൗണ്ടൻസിയിൽ ഡിഗ്രിയുള്ള, പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ള ഒരാളുണ്ടെങ്കിൽ ട്രഷററാകാൻ കൊള്ളാം. സമൂഹത്തിൽ വളരെ വിദ്യാഭ്യാസത്തിൻ്റെയും പണത്തിൻ്റെയും നിറവുകളുണ്ടെങ്കിൽ അവരെ മെമ്പേഴ്സാക്കാം. ഇതാണോ ദൈവസഭ? ദൈവസഭയുടെ ആ നിറവ്, കൃപയുടെ നിറവ് അവർക്കെല്ലാവർക്കും അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം നിങ്ങൾ ആരംഭ അധ്യായം തന്നെ വായിച്ചു നോക്ക്. അവരെല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു. ഉള്ളവനും ഇല്ലവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലാതെ അവരിൽ ആ കൃപ ഇങ്ങനെ പകർന്നു നിറഞ്ഞപ്പോൾ അത് കവിഞ്ഞൊഴുകി. അർഹതകൾ നോക്കി സ്നേഹിക്കുന്ന, അർഹത നോക്കി മാനിക്കുന്നവരില്ല. സാധാരണ വിവാഹം നോക്കുമ്പോൾ പൊരുത്തം നോക്കാറുണ്ട്, നല്ലതാണ്. അതുപോലെയാണോ ദൈവസഭയിലെ നിറവുകൾ? ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ കാര്യം ചെയ്യുന്നതിനപ്പുറം നമ്മൾ സാമ്പത്തിക പൊരുത്തം, നിറം, ഗുണം, മണം എല്ലാം നോക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യും. ദൈവഹിതമാണോ എന്ന് മാത്രം നോക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ദൈവഹിതമല്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് വെച്ച ഏറ്റവും നല്ലതിനെ ഞാൻ തിരസ്കരിച്ചു എന്നുള്ളതാണ്. കാരണം ദൈവമല്ലേ എനിക്ക് തക്ക തുണയുണ്ടാക്കുന്നത്. ആ ആറ്റിറ്റ്യൂഡ് സമസ്ത മേഖലകളിലും ദൈവസഭയിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. സത്യത്തിന്റെ നിറവായിരുന്നു. സത്യം എന്ന് പറയുന്നത് വ്യാജം പറയാത്ത അവസ്ഥ എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അതും സത്യമാണ്. സഭയ്ക്ക് വേണ്ടത് അതാണ്. സത്യത്തിന്റെ തൂണാണ് ദൈവസഭ. ആ ഭാഗം വരുമ്പോൾ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കും. സത്യത്തെ താങ്ങി നിർത്താൻ കഴിയുന്നത്, ഒറ്റ വാക്കിൽ ഞാൻ പറയട്ടെ, സത്യമെന്ന് പറഞ്ഞാൽ എന്താ? മായ അല്ലാത്തത്. സൂര്യന് കീഴെ കാണുന്നതെല്ലാം മായയാണ്. ഇവിടുത്തെ ധനം, മാനം, പദവികൾ, ഇവിടെ കാണുന്നതെല്ലാം മായയാണ്. മായയല്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് ദൈവമാണ്, ദൈവവചനമാണ്, നിത്യതയാണ്, സ്വർഗീയമാണ്. അതിൻ്റെ നിറവകത്തുണ്ടോ? പണത്തിൻ്റെ നിറവ് അഹങ്കാരം തരും, വിദ്യാഭ്യാസത്തിൻ്റെ നിറവ് അഹങ്കാരം തരും. ഡിഗ്രി സ്കോളേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ അന്യഭാഷ പറയുന്നത് മാറ്റും. അത് വിദേശത്തുനിന്ന് കയറ്റി കൊണ്ടുവന്ന അവൻ ഇറക്കുമതിയാണ് എന്ന് ആളുകൾ പറയും. ആ തലയിലേക്ക് ആത്മീകത അധപതിച്ചതിന് കാരണം എന്താ? അവിധമായ നിറവുകൾ. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന ഉയർച്ചകൾ, അതിനെ പിടിച്ചടക്കണം. ദൈവസഭയുടെ പരാജയം അവിടെയാണ്. ദൈവസഭ തകർന്നുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. ഈ ശരീരത്തിന്റെ നിറവുകൾ, അതിന്റെ പുഷ്ടി, ആ പുഷ്ടി ദൈവത്തിന്റെ പുഷ്ടിയാ.
ശരീരത്തിൻ്റെ ഓരോ അവയവത്തിൻ്റെ ആരോഗ്യം അത് ദൈവത്തിൻ്റെ ദാനമാണ്. പൗലോസ് വാക്കുകൾ വളരെ പറയുന്നുണ്ട്. കൃപയാണ്, ഈ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കിയതാണ്, ഞങ്ങളുടെ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. എല്ലാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവസഭയുടെ സകല ഫംഗ്ഷനുകളും ദൈവത്തിൻ്റെ നിറവുകളാൽ നിയന്ത്രിതമായി തന്നെ നടക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ ഓരോ ചലനവും തലയാൽ നിയന്ത്രിക്കപ്പെടണം. അവിടുന്ന് നൽകുന്ന പുഷ്ടി കൊണ്ട് വേണം, ആ നിറവ് കൊണ്ട് വേണം സഭ നിറഞ്ഞു വരാൻ. ആരോഗ്യമുള്ളൊരു ശരീരം, അതാണ് ദൈവസഭ. എഴുന്നേറ്റ് നടക്കാൻ പോലും ശേഷിയില്ലാതെ, എന്തിന്? ഒരു കൊച്ചു ഭൂതം വന്നാൽ അടുത്ത നാട്ടിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ പ്രവാചകനെ അല്ലെങ്കിൽ ഭൂതശാന്തിക്കാരനെ വിളിച്ചു വരുത്തേണ്ട ഗതികേട് പല സഭകൾക്ക് ഈ കാലത്തുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ദൈവസഭയ്ക്കകത്ത് കൃപാവരങ്ങളുടെ നിറവുകൾ വെളിപ്പെടുന്നില്ല? വേണ്ടേ? അതല്ലേ ദൈവസഭ. കർത്താവ് ഭൂമിയിൽ നൽകിയ നിറവുകളതാ, കൊടുക്കാനുള്ള നിറവുകൾ, കൃപാവരങ്ങളുടെ കുറവില്ലായ്മകൾ, ഉപദേശങ്ങളുടെ ജ്ഞാനത്തിൻ്റെ ഉപദേശമധരങ്ങളിലുള്ള എത്ര പേർ നമ്മുടെ സഭകളിലുണ്ട്? മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഡീക്കൻസായി മേശമേൽ ശുശ്രൂഷിക്കാൻ യോഗ്യതയുള്ളവരായി കണ്ടെത്തിയത് ആരെയാണെന്നറിയാമോ? വിശ്വാസവും ജ്ഞാനവും നിറഞ്ഞ പുരുഷന്മാർ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ, അവരെ തിരഞ്ഞെടുക്കാനാ പറഞ്ഞത്. വിശ്വാസത്തിന് നിറവില്ലാത്തത് കൊണ്ട്, ബുദ്ധിയുടെ നിറവുള്ളത് കൊണ്ടാണ് ദൈവസഭയിൽ ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാത്തത്. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമില്ലാത്തത് കൊണ്ട്. നിറവെന്നുള്ളതിന് അവിടെ ഉപയോഗിക്കപ്പെട്ടത് നിയന്ത്രിക്കപ്പെടുക എന്നർത്ഥമാണ്. വിശ്വാസത്താൽ നിയന്ത്രിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ ആശ്രയം നിയന്ത്രിക്കണം, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ആ നിറവുകളിലേക്ക് കടന്നു വരാൻ കഴിയാത്തത് കൊണ്ടല്ലേ? അങ്ങനെയുള്ളവരാണോ ഇന്ന് ദൈവസഭകളിൽ ഉള്ളത്? ആഴത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ കോവിഡ് കാലം ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒക്കെ അധികം അവസരം ലഭിക്കുന്ന ഈ കാലഘട്ടം നമ്മെ തന്നെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാൻ, പണിതെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ പ്രയോജനമില്ല. കർത്താവ് പറഞ്ഞു, അത് ലോകക്കാരനെ കുറിച്ച് മാത്രമല്ല. എന്നിട്ട് കർത്താവ് പറഞ്ഞു, തൻ്റെ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ നേടുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സ്വന്തം ജീവൻ മുഴുവൻ കളയേണ്ടി വന്നാലും ലക്ഷ്യമൊന്നായിരിക്കണം, നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയായിരിക്കണം. ക്രിസ്തു എന്ന ശരീരത്തിലെ ഒരു അംഗമായി ക്രിസ്തു ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഇരിപ്പിടം ഒന്നേ ഉള്ളൂ. ആ ഇരിപ്പിടത്തിൽ കർത്താവിനോട് ഒന്നിച്ചിരിക്കാൻ കഴിയുന്നൊരു പദവിയിലേക്ക് നമുക്ക് ഉയർച്ചയുണ്ടാകണം. ഈ പഠനത്തിന് വേണ്ടി ദൈവാത്മാവിൻ്റെ ഉള്ളിൽ നിയോഗം തന്നപ്പോൾ സഭകളിൽ ശുശ്രൂഷകനാണ് ഞാൻ. എൻ്റെ ശുശ്രൂഷയുടെ 8ാമത്തെ സഭയിലാണ് ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. 5, 8, 9, 6 വർഷങ്ങൾ പലയിടങ്ങളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ആരംഭ കാലഘട്ടങ്ങളിൽ ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രവൃത്തികൾ ദൈവസഭകളിൽ നടന്നത് കാണുകയും അമിതം ആത്മീക ശുശ്രൂഷയിൽ ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് വേദനയോടെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ദൈവത്തോട്, കർത്താവ് എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ എന്നെ ജീവിപ്പിക്കണമേ. ആത്മീക ശുശ്രൂഷയുടെ ആ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ ദൈവസഭകളിൽ നടക്കാനിടയാകണം. കൂട്ടമായ ആളുകൾ വന്ന് വിടുവിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശുശ്രൂഷാതലങ്ങളിൽ വേദനയോടെ നിലവിളിക്കുന്ന അവൻ ഭാരപ്പെട്ട ദൈവത്തോട് ഏകനായിരുന്ന് നിലവിളിക്കുന്നു, കർത്താവേ ഒരു മടങ്ങിവരവ്, ദൈവസഭയ്ക്കൊരു മടങ്ങിവരവ്. പാരമ്പര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട്, ആഢ്യതകളും കുലീനതകളും എടുത്തു കളഞ്ഞുകൊണ്ട്, ഒന്നുമില്ലാത്തവരായി നികൃഷ്ടരും കുലഹീനരുമായവരെ തിരഞ്ഞെടുത്തത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിവിടെ പ്രശംസിപ്പാൻ ഒന്നുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഒന്നുമില്ലാത്ത ഒരു സംഘമായിരിക്കണം ദൈവസഭ. അങ്ങനെയുള്ള ഒരു ദൈവസഭയിലെ അംഗമാകാൻ, അതിനാണ് ദൈവം നമ്മെ വിളിച്ചത്. വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം.
ദൈവം എന്നെ വിളിച്ചത് എന്തിനാ? ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കാനല്ല, സംഘടനയ്ക്ക് വർധനവ് നൽകാനല്ല. എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയ്ക്ക് വർധനവുണ്ടാകാനാണ്, അതിനുദവി ലഭിക്കാനാണ്, അതിന് സഹായം നൽകാൻ. അതിനു വേണ്ടി എൻ്റെ പൗലോസ് പറയുന്നല്ലോ, നിങ്ങളുടെ വിശ്വാസം എന്ന ആ ശുശ്രൂഷയിൽ എനിക്ക് യാഗമായി തീരേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് അവർ വിശ്വാസത്തിൽ വളർന്നു വരാൻ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, കരയാൻ. ഒക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് താല്പര്യപ്പെടാം, പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ ഞാനിന്ന് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടുത്തെ ശരീരമായ സഭ ഒരു ശരീരത്തിൻ്റെ ഫംഗ്ഷനിലൂടെ, ഒരു ശരീരത്തിൻ്റെ ആ ഐക്യതയിലൂടെ നമുക്കൊരു കാര്യം കൂടി ആ സഭയിൽ മനസ്സിലാക്കാം. ഐക്യതയുള്ളപ്പോൾ തന്നെ, യൂണിറ്റി എന്ന ആശയം പോലെ തന്നെ ശ്രദ്ധേയമായ ഒന്നാണ് അതിൻ്റെ വിവിധത്വവും. അവയവം ഒന്നാണ്, ശരീരം ഒന്നാണ്, പക്ഷെ അവയവങ്ങൾ പലതാണ്, പല വലിപ്പത്തിൽ, പല രൂപത്തിൽ, പല ഉദ്ദേശങ്ങളിൽ. എല്ലാവരുടെയും പ്രവൃത്തി ഒന്നല്ല. ഇത് ഉൾക്കൊള്ളാൻ കഴിയണം. എല്ലാവരും എന്നെ പോലെ ആകണം. അതുകൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത്? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് കാരണം എന്താ? ഞാനാണ് വിശുദ്ധൻ, ഞാൻ എൻ്റെ പ്രവൃത്തിയാണ് ഏറ്റവും വലുത്. പ്രാർത്ഥിക്കുന്നവൻ അധികം പ്രാർത്ഥിക്കാത്തവനെ കുറ്റപ്പെടുത്തും. പ്രാർത്ഥന അത്യാവശ്യമാണ്, പക്ഷെ എനിക്ക് ലഭിച്ച വരമായിരിക്കില്ല മറ്റൊരു ലഭിച്ചത്. വരങ്ങളുടെ വ്യത്യാസമുള്ളത് കൊണ്ട് ചിലയിടങ്ങളിലൊക്കെ ഭയങ്കര സുവിശേഷീകരണത്തിന് വാഞ്ച കൊടുക്കുന്ന ആളുണ്ട്, പക്ഷെ ആ വ്യക്തി അധികം പ്രാർത്ഥനാശീലമുള്ള വ്യക്തി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് ആ വ്യക്തി അയോഗ്യനാണെന്നല്ല, പക്ഷെ ആ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ളവർ അത് ചെയ്യാത്തവരെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ട് ഭാവിക്കണം. ഇതാണ് ശരീരത്തിന്റെ പ്രത്യേകത. ശരീരത്തിലെ ചില അവങ്ങൾക്ക് ദൈവം അധികം മാനം കൊടുക്കും. അധികം മാനം കൊടുക്കുന്നത് ബലഹീനമായതിനാണ്, ബലമുള്ളതിനല്ല. ബലമുള്ളതിനെ ദൈവം മാനിക്കാതെ വിട്ടേക്കും. ബലഹീനമായതിന് അധികം മാനം കൊടുക്കും. അതുകൊണ്ട് ഒരാളെ മാനം കൊടുക്കുന്ന ആള് അഹങ്കരിക്കരുത്, ഞാൻ ഏറ്റവും ബലവാനായതുകൊണ്ട് അല്ല, എന്നെ അറിയാവുന്നത് കൊണ്ട്, ഞാൻ തകർന്നു പോകാതിരിക്കാവുന്നത്. തലയ്ക്കറിയാം ഒരു അവയവത്തെ എങ്ങനെ മാനിക്കണം. കാരണം തലയാണ് ഈ ശരീരത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം. പ്രിയമുള്ളവരെ, ശരീരമെന്ന ഈ ഉപമാനത്തിലൂടെ, സദൃശ്യത്തിലൂടെ സഭ എന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിലെ രഹസ്യം പുതിയ നിയമം വെളിപ്പെടുത്തുന്ന ഒരല്പമെങ്കിലും ഗ്രഹിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊരു പ്രഭാഷണ പരമ്പരയായി ഞാൻ മാത്രം സംസാരിക്കുന്നതായി തീർന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ ഫേസ്ബുക്കിലൂടെയോ അല്ലാതെയോ അയച്ചു തരുന്നത് സന്തോഷകരമാണ്. ആ കമൻറ്റുകൾക്കനുസരിച്ച് എൻ്റെ പ്രഭാഷണങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ, ഞാൻ ബുദ്ധിയിൽ പൂർണ്ണനൊന്നുമല്ല, അറിവുകളിൽ പൂർണ്ണനൊന്നുമല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠിതാവാണ് ഇപ്പോഴും. അതുകൊണ്ട് പല കുറവുണ്ടെന്ന് എനിക്കറിയാം. എവിടെയെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തുവാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് മനസ്സിലാകാതെ ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ എന്നാലാവത് അത് ഞാൻ പരിശ്രമിക്കുന്നതാണ്. ദൈവസഭയിലൊരംഗമായി, ക്രിസ്തുവിൻ്റെ നല്ല മണവാട്ടിയായി അവനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഒരുങ്ങാം. പ്രിയരെ, കണ്ണുകളെ ഒന്ന് അടച്ചേ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സന്ധ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന് അവിടുത്തെ വചനം ധ്യാനിച്ചു. സഭ എന്ന ഞങ്ങളുടെ അരുമനാഥൻ്റെ ഹൃദയത്തിൻ്റെ ആ പദ്ധതി യേശുക്രിസ്തുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ലോകത്തിൽ വെളിപ്പെടുത്തിയ ആ പദ്ധതി, അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കാൻ, സത്യസഭയിലെ ഒരംഗമായി നിൽക്കാൻ, സഭ എന്ന ശരീരത്തിലെ ആക്റ്റീവായ ഒരവയവമായി നിൽക്കാൻ എന്നെയും ഈ പ്രിയമുള്ള നിന്റെ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ.
ആരോഗ്യം നഷ്ടപ്പെട്ട് ക്ഷീണവും രോഗവും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ദൈവമേ, ചികിത്സിച്ച് സൗഖ്യമാക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വചനം അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ വരുന്ന ചൊവ്വാഴ്ച സഭ എന്ന വിഷയത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.